കുറിഞ്ഞിക്കാവിൽ പുരുഷന്മാരുടെ താലം തുള്ളൽ ഭക്തി നിർഭരമായി. കുറിഞ്ഞിക്കാവിൽ മാത്രം നടക്കുന്ന അപൂർവ ചടങ്ങാണ് പുരുഷന്മാരുടെ താലം തുള്ളൽ. വൈകിട്ട് വിശേഷ ദീപാരാധനയ്ക്ക് ശേഷം വലിയ പാട്ട് ചടങ്ങുകളും താലം തുള്ളലും നടന്നു. ആസുരന്മാർ സ്ത്രീകളെ ആക്രമിച്ചപ്പോൾ സ്ത്രീകൾ പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും പാർവതി ദേവി ലക്ഷ്മി രൂപം പൂണ്ട് അസുരന്മാരെ നിഗ്രഹിച്ചുവെന്നുമാണ് ഐതിഹ്യം. രോഷം വർദ്ധിച്ച ദേവി കണ്ണിൽ കണ്ട എല്ലാ പുരുഷന്മാരെയും വെട്ടി. അപ്പോൾ ഭക്തർ ശിവനെ പ്രാർത്ഥിക്കുകയും ശിവൻ ദേവിയുടെ കോപം ശമിപ്പിക്കുവാൻ അന്തിമഹാകാളന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ദേവി ഇതറിയാതെ വാളുകൊണ്ട് അന്തിമഹാകാളനായി പ്രത്യക്ഷപ്പെട്ട ശിവന്റെ കാലും വെട്ടിയപ്പോൾ തന്നെ ഇത് ശിവനാണെന്ന് മനസ്സിലാക്കുകയും പാദം നിലത്ത് വീഴാതെ ഇടതു കൈയിൽ പിടിക്കുകയും ചെയ്തു. വെട്ടേറ്റ അന്തിമഹാകാളൻ ഒറ്റക്കാലിൽ ഒരു പ്രത്യേക താളത്തിൽ നൃത്തരൂപേണ 3 തവണ ചുവട് വെച്ചാടി. ഇത് കണ്ട ദേവിയുടെ കോപം അടങ്ങി. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടും ഉഗ്രരൂപിണിയായ ദേവിയുടെ രൗദ്രഭാവം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് പുരുഷന്മാർ ഇവിടെ താലമെടുക്കുന്നതും താലം തുള്ളുന്നതും എന്നാണ് ഐതിഹ്യം. ഇവിടെ കളമെഴുതുന്നത് ലക്ഷ്മി ഇടത് കൈയിൽ വെട്ടിയ കാൽപാദവും വലത് കൈയിൽ വാളുമായിട്ടാണ്. വൈകിട്ട് വിശേഷ ദീപാരാധന, പൂരം, ഇടി തുടങ്ങിയ ചടങ്ങുകൾ നടന്നു.